ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് +2 ക്ലാസ് തുടങ്ങാം. 3rd യൂണിറ്റിൻ്റെ 4th ചാപ്റ്ററാണ് ഹൈക്കു. ഹൈക്കു എന്താണെന്നറിയാമോ? അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 6 ഹൈക്കു ആണ്. അതായത് 6 പോയമാണ് ചെറിയത്. അത് ഹൈക്കുവിൻ്റെ രൂപം അങ്ങനെയാണ്. എന്താണെന്ന് നോക്കിയാൽ ജാപ്പാനി കാവ്യ രൂപങ്ങളാണ് ഹൈക്കു. അത് എഴുതുന്നത് 3 വരികളിലായിട്ട് ആണ്. ഈ 3 വരികളിൽ മൊത്തത്തിലെ 17 അക്ഷരങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ വരിയിൽ 5 അക്ഷരങ്ങളും രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരങ്ങളും മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരം എന്നിങ്ങനെയാണ് ഹൈക്കു എഴുതാറുള്ളത്. നമുക്ക് കാണുമ്പോൾ ചെറിയ പോയമാണ്, പക്ഷെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ അഗാധതയെ വ്യക്തമാക്കാൻ വേണ്ടി 3 വരികളിൽ അർത്ഥമാക്കുന്നതാണ് ഏതാ ഹൈക്കു. ജീവിതത്തിൻ്റെ അഗാധതയെ വ്യക്തമാക്കാൻ വേണ്ടി 3 വരികളിൽ അർത്ഥം വരുന്ന രീതിയിൽ എഴുതുന്ന കവിതകളാണ് ഹൈക്കു. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് 6 എണ്ണമാണ്. അത് എഴുതിയത് ഡോക്ടർ ഭഗവത് ശരൺ അഗ്രവാൾ ആണ്. അദ്ദേഹത്തിൻ്റെ ഹൈക്കു ആണ് കൊടുത്തിട്ടുള്ളത്. പോയം വായിക്കാം. നോക്കിയിരുന്നേ. ആദ്യത്തെ നഫ ഗോഞ്ചത്തെ നേട് ഗിരെ ശിശുപൈ മണ്ടരാത്തി മാം. നഫ ആകാശം, ഗൂഞ്ചിന മുഴങ്ങുക, നീടെന്ന് വെച്ചാൽ ഇത് പക്ഷിക്കൂടെ, ചെറിയ കോസല എന്ന വേറൊരു വാക്ക്. ശിശു കുട്ടി, മണ്ടരാന ചുറ്റിക്കറങ്ങുക, മാം അമ്മ. നോക്കേ, നഫു ഗോഞ്ചത്തി നീട് ഗിരെ ശിശു പൈ മണ്ടരാത്തി മാം. ആകാശത്തെ മാറ്റലി കൊള്ളിച്ചുകൊണ്ടേ കൊടുങ്കാറ്റ് വീശി. അതിൽ വൃക്ഷത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന, ആ വൃക്ഷത്തിൻ്റെ ചില്ലയിൽ ഉണ്ടായിരുന്ന ഏതാ നീട്, പക്ഷിയുടെ കൂടെ നിലത്ത് വീണ് കാറ്റടിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന, ആ വൃക്ഷത്തിൽ ഉണ്ടായിരുന്ന പക്ഷി കൂടെ നിലം പൊത്തുകയും ചെയ്തു. മാം എന്ത് ചെയ്തു? അതിൻ്റെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച്, അതായത് ആ പക്ഷി കുഞ്ഞുങ്ങളുടെ അമ്മ ആ കുഞ്ഞുങ്ങളെ തേടി അവിടെ വട്ടമിട്ട് പറക്കുന്നു എന്നാണ് ആ കവിത കൊടുത്തിട്ടുള്ളത്. നഫം ഗൂഞ്ചിന, ആകാശത്തെ മാറ്റുലി കൊള്ളിച്ചുകൊണ്ട് ആര് വന്നു? കൊടുങ്കാറ്റ് വീശി. എവിടെയുണ്ടായിരുന്ന വൃക്ഷത്തിൽ ഉണ്ടായിരുന്ന പക്ഷിയുടെ നീട് എന്ന് വെച്ചാൽ കൂട് താഴേക്ക് നിലം പൊത്തി. അതിൻ്റെ അമ്മ തീറ്റ തേടി എവിടെയോ പോയതാണ്. തിരികെ എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തു? ആ വടവൃക്ഷം വീണ് കിടക്കുന്നു. അതിലുണ്ടായിരുന്ന പക്ഷിക്കൂടും താഴേക്ക് തകർന്ന് വീണിരിക്കുന്നു. അതിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് അമ്മ എന്ത് ചെയ്യുന്നു? അവിടെ വട്ടമിട്ട് പറക്കുന്നു. അതാണ് ആദ്യത്തെ ഹൈക്കു എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ഹൈക്കു പഠിക്കുമ്പോഴേ അത് 6 എണ്ണം വേറെ വേറെ അർത്ഥമുള്ള 6 ഹൈക്കു ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ പഠിച്ചിട്ട് അതിൻ്റെ ആശയം നമുക്ക് നോക്കാം. അതുകൂടി പഠിക്കാം ഒന്നിച്ച്, എന്നാലേ ശരിയാവുള്ളൂ. നോക്കിയേ, എക്സാമിന് ചോദിക്കുന്നത് ആ 3 വരികളും തന്നിട്ട് ഇസ്കാ മതലബ് ക്യാ ഹേ, ഇതിൻ്റെ ആശയം എന്താണ് എന്നാണ് എക്സാം ചോദിക്കുന്ന. പരീക്ഷയ്ക്ക് കാണും ഇത് കേട്ടോ. ഹൈക്കു എല്ലാ വർഷത്തെയും ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് ഹൈക്കു. അതുകൊണ്ട് നോക്കിയിരിക്കണം. ചിലപ്പോൾ 2 എണ്ണം കാണും, ചിലപ്പോൾ 1 എണ്ണേ കാണും. എന്നൊക്കെ വായിക്കാം. ആദ്യത്തിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതുക. യഹാം, ഇവിടെ ഡോക്ടർ ഭഗവത് ശരൺ അഗ്രവാൾ കാ ഏക് ഹൈക്കു ഹേ. ഇവിടെ ഡോക്ടർ ഭഗവത് ശരൺ അഗ്രവാളിൻ്റെ ഒരു ഹൈക്കുവാണ് ഇത്. 6 ഹൈക്കു ചോദിക്കുമ്പോഴും 6ൻ്റെയും നിങ്ങൾ ആൻസർ എഴുതാൻ തുടങ്ങുമ്പോഴേ ആദ്യത്തെ വരി ഇത് തന്നെ എഴുതണം. അതായത് ഇവിടെ ഡോക്ടർ ഭഗവത് ശരൺ അഗ്രവാളിൻ്റെ ഹൈക്കുവാണ് ഇതെന്ന് ആദ്യത്തെ ലൈനിൽ എഴുതിയിട്ട് വേണം തന്നിരിക്കുന്ന തന്നിരിക്കുന്ന ഹൈക്കുവിൻ്റെ ഭാവാർത്ഥം എഴുതാൻ. എന്നൊക്കെ ആകാശ് കോ ഗുഞ്ചാത്തി ഹുയി ഭീഷൺ തൂഫാൻ മേ ബെഡെ പേട് നീച്ചെ ഗിർ ജാത്തെ ഹൈ. ആകാശത്തെ ഗോഞ്ചിനാന്ന് വെച്ചാൽ മുഴക്കി മാറ്റി കൊള്ളിച്ചുകൊണ്ട് ഭീഷണമായ ശക്തമായ കൊടുങ്കാറ്റ് വലിയൊരു വൃക്ഷത്തെ താഴേക്ക് നിലം പൊത്തിക്കുകയും ചെയ്തു. അപ്പോൾ അതായത് ആകാശത്തെ മാറ്റലി കൊള്ളിച്ചുകൊണ്ട് കൊടുങ്കാറ്റ് വീശി ആ കാറ്റിലെ ശക്തമായ ഒരു വലിയ വടവൃക്ഷം എന്ത് ചെയ്തു? താഴേക്ക് നിലം പൊത്തുകയും ചെയ്തു. ഉസ്കെ സാത്ത്, ആ വൃക്ഷത്തിൻ്റെ കൂടെ, ഉസ്കെ സാത്ത് അതിൻ്റെ കൂടെ, ഉൻ പേടോമേ പഞ്ചിക്ക് നീഡ് ഫി ഗിർത്തഹേ, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ആ വൃക്ഷത്തിലുണ്ടായിരുന്ന പഞ്ചി പക്ഷിയുടെ കൂടും ഗിർത്തഹേ താഴേക്ക് വീണു. ഉസേ കോസലെ മേ ചിടിയാക്കെ ബെച്ചേ ഹോങ്കെ, ആ കോസലയിൽ, അതായത് ആ കൂട്ടിലെ ചിടിയായുടെ പക്ഷികളുടെ കുട്ടികളും ഉണ്ടായിരിക്കാം. ഉൻ ബച്ചോങ്കോ ചോടുക്കരെ ഉൻകി മാം കഹി നഹീൻ ജാതി, ആ കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് ചോടിന ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ അമ്മ എന്ത് ചെയ്തു? കഹി നഹീൻ ജാതി, എവിടേക്കും പോയില്ല.
വഹ ഊപ്പർ മണ്ടരാത്തി രഹേഗി, അവൾ എന്ത് ചെയ്തു? ഊപ്പർ എന്ന് വെച്ചാൽ മുകളിൽ, അല്ലേ? അതിൻ്റെ മുകളിൽ മണ്ടരാത്തി രഹേഗി, വട്ടമിട്ട് പറക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അമ്മ കുട്ടികളെ വിട്ട് പോയില്ല, അതിനെ തേടിക്കൊണ്ട് മുകളിൽ എന്ത് ചെയ്തു? വട്ടമിട്ട് പറക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നോക്കി അതിൻ്റെ കണ്ടൻ്റായിട്ട് എഴുതണം. മാതാക്കി മമത അമൂല്യഹേ, അമ്മയുടെ സ്നേഹം അമൂല്യം ആണ്. ഇത്ര എഴുതി കൊടുക്കണം. ഹൈക്കുവിനെ എക്സാമിന് കാണും. ഇനി രണ്ടാമത്തെ നോക്കിയേ. ഫാദെ സരസ് പറെ വിരഹിണി കാ സൂക്ക ആങ്കൺ. ഫാദ എന്ന് വെച്ചാൽ കന്നിമാസമാണ്. വിരഹിണി തന്നെ. സൂക്ക ഉണങ്ങിയ, ആങ്കൺ മുറ്റം. നോക്കിയേ. ഫാദെ സരസ് പർ വിരഹിണി കാ സൂക്ക ആങ്കൺ, അതായത് കന്നിമാസത്തിൽ സസ്യങ്ങളെല്ലാം തഴച്ച് വളരും, അല്ലേ? എന്നാൽ ആരുടെ? വിരഹിണിയുടെ ജീവിതമാകുന്ന ആങ്കണത്തിൽ, മുറ്റം എപ്പോഴും എന്ത് ചെയ്യുന്നു? വരണ്ട് തന്നെ ഇരിക്കുന്നു. അതായത് കന്നിമാസത്തിൽ എല്ലാ സസ്യങ്ങളും തഴച്ച് വളരുന്നു. അങ്ങനെ എല്ലായിടത്തും ആനന്ദം, സന്തോഷം പരക്കുന്നു, അല്ലെ വ്യാപിക്കുന്നു. എന്നാൽ ആരുടെ? വിരഹിണിയുടെ ജീവിതമാകുന്ന അങ്കണം എന്ത് ചെയ്തു? വരണ്ട് തന്നെ ഇരിക്കുന്നു. എന്നുവെച്ചാൽ വരൾച്ചയാണ് അവിടെ ഉണ്ടാവുകയും ചെയ്തത്. നേരത്തെ എന്താ? ഭർത്താവിൻ്റെ വിരഹത്തിൽ, അല്ലേ? സുഖപൂർണമായ ഋതുക്കളിൽ പോലും അവളുടെ മനസ്സെ ശുഷ്കമായി തീർന്നിരിക്കുകയും ചെയ്യുന്നു. ഭർത്താവിൻ്റെ വിരഹത്തിലാണ് കേട്ടോ. സുഖപൂർണമായ ആ ഋതുക്കളിൽ പോലും അവളുടെ മനസ്സെ എന്തായിരിക്കുന്നു? ശുഷ്കിച്ചിരിക്കുന്നു, വാടിയിരിക്കുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. നമുക്കതിൻ്റെ ആശയത്തിലേക്ക് നോക്കാം. നഗേ ഫാദയ്ക്ക് മഹീന മാസം, കന്നിമാസത്തിൽ സാരി ധർത്തി ഹരിഫരിഹേ, സാരി ധർത്തി ഭൂമി മുഴുവൻ, ഹരിഫരിഹേ എന്ന് വെച്ചാൽ പച്ച പിടിച്ച് നിൽക്കുന്നു, പച്ചപ്പാർജിച്ച് നിൽക്കുന്നു. സബ്കാ ജീവനെ ഉസ് സമയ ആനന്ദ സേ ഭർത്തെ ഹേ, സബ്കാ ജീവൻ എല്ലാവരുടെയും ജീവിതം ആ സമയം ആനന്ദം കൊണ്ട് നിറയുന്നു. ലേക്കിൻ എന്നാൽ വിരഹിണിക്ക് ജീവൻ കാ ആങ്കൺ സൂക്കരക്താ ഹേ, എന്നാൽ വിരഹിണിയുടെ ജീവിതമാകുന്ന അങ്കണം, മുറ്റം, സൂക്കറിക്താഹേ ഉണങ്ങി വറ്റി വരണ്ടിരിക്കുകയും ചെയ്യുന്നു. ഉസ്കാ ജീവൻ പീഡാസേ ഫരാഹേ, അവളുടെ ജീവിതം എന്തുകൊണ്ട്? പ്രയാസങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്തു. താഴേക്ക് എഴുതുക. അടുത്ത പാരഗ്രാഫ് തിരിച്ചെഴുതുക. പതിക്കെ വിരഹമേം ഹരാഫര മൗസമ്മേ ഫി ഉസ്കാമൻ സൂക്കാഹേ, പതിയുടെ വിരഹത്തിൽ, വിയോഗത്തിലെ എന്താ പറ്റിയ? ഹരാഫര എന്ന് വെച്ചാൽ ഹരാഫര മൗസം, പച്ചപ്പ ആർജിച്ചു നിന്ന ആ കാലാവസ്ഥയിലും അവളുടെ മനസ്സെ സൂക്ക വരണ്ടു പോവുകയും ചെയ്തു. യഹാം വിരഹ വ്യഥാക്ക വർണ്ണൻഹേ, ഇവിടെ വിരഹത്തിൻ്റെ വ്യഥ, ദുഃഖമാണ് വർണ്ണിക്കുകയും ചെയ്തത്. കവി ഇവിടെ എന്തിൻ്റെയാണ്? വിരഹത്തിൻ്റെ വ്യഥ, ദുഃഖമാണ് വർണ്ണിക്കുകയും ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ ഹൈക്കു. മൂന്നാമത്തെ നോക്കിയേ. മാൻ ന മാൻ മേം തേര മേഘമാൻ ബനെ ബൂട്ടാപ്പേ, ബൂട്ടാപ്പേ എന്ന് വെച്ചാൽ വാർദ്ധക്യം, അല്ലേ? മാൻ ന സമ്മതിക്കുക, അംഗീകരിക്കുക. മേഘമാൻ എന്ന് വെച്ചാൽ അതിഥി. നോക്കിയേ. മാൻ ന മാനെ എന്ന് വെച്ചാൽ നോക്കിയേ. മാൻ സമ്മതിക്കുക, ഇന്ന മാൻ സമ്മതിക്കാതിരിക്കുക, സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്ന്. തേര മേഘമാൻ ബനെ ബൂട്ടാപ്പേ, വാർദ്ധക്യം വരുന്നു എന്ന്. നോക്കിയേ, പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ അംഗീകരിച്ചാലും, മാന്ന എന്ന് വെച്ചാൽ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, ഏതാ? ബൂട്ടാപ്പ, വാർദ്ധക്യം ക്ഷണിക്കാതെ അതിഥിയെപ്പോലെ, മേഘമാനെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, അല്ലേ? നമ്മൾ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും വാർദ്ധക്യം അതിൻ്റെ കറക്റ്റായ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. ആരെപ്പോലെ? അതിഥിയെപ്പോലെ, മേഘമാനെ പോലെ. അതാണ് കവിത അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. നോക്കി, നമ്മൾ ക്ഷണിച്ചില്ലെങ്കിലും ക്ഷണിച്ചാലും വാർദ്ധക്യം വന്നു ചേരും, അല്ലേ? നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഏതാ വരുന്ന? വാർദ്ധക്യം. അതായത് നമ്മുടെ ജീവിതം അതൊരു ക്രമമാണ്, അത് ക്രമം സുനിശ്ചിതമാണ്, അല്ലേ? ആദ്യം കുട്ടിക്കാലം, പിന്നെ യൗവനം, പിന്നെ അതിനുശേഷം അറിയാലോ വാർദ്ധക്യത്തിലേക്ക്. അതൊരു ക്രമമായിട്ടുള്ള ഒരു സർക്കിൾ പോലെയാണ്. ജീവിതത്തിൽ ഈ ഒരു ക്രമം എന്താണ്? സുനിശ്ചിതമാണ്. അതിൽ ഒരിക്കലും പരിവർത്തനം ഉണ്ടാകത്തില്ല, അല്ലേ? അതെന്ന് വെച്ചാൽ ഈ വാർദ്ധക്യം എന്നുള്ളത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നും ആകുന്നു. ശരിക്കും അതിന് മാറ്റം ഉണ്ടാക്കാനോ അത് ഒഴിവാക്കാനോ സാധിക്കുകയും ചെയ്യില്ല ജീവിതത്തിൽ നിന്ന്. ഏതിനെയാ? വാർദ്ധക്യത്തെ. അതാണ് പോയത്തിലൂടെ വ്യക്തമാക്കിയത്. നോക്കിയ എൻ്റെ ആശയം. ഹർ വ്യക്തി ബൂഢാപ്പക്കോ അപ്പനെ ദുശ്മൻ മാൻതാ ഹേ. ഹർ വ്യക്തി എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളും വാർദ്ധക്യത്തെ അയാളുടെ ദുശ്മനായിട്ട്, ശത്രുവായിട്ടാണ് കാണുന്നത്, അല്ലെ അംഗീകരിക്കുന്നത്. ലേക്കിൻ എന്നാൽ ഹം മാൻ യാ ന മാനെ, നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, ബൂഢാപ്പ വാർദ്ധക്യം ബുലാനേക്ക് സിവ വിളിക്കാതെ തന്നെ ഹമാരെ ജീവൻ മേ ആത്താ ഹേ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു.
ബച്ചപ്പൻ ജീവൻ കാ പ്രഭാത് ഹേ, കുട്ടിക്കാലം എന്നുള്ളത് ജീവിതത്തിൻ്റെ പ്രഭാതമാണ് അല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഭാതമാണ് കുട്ടിക്കാലം. വഹ ആനന്ദപൂർണ്ണ ഹേ, അത് സന്തോഷം നിറഞ്ഞതും ആകുന്നു. ബൂട്ടാപ്പ സത്യഹേ, അതിനോടൊപ്പം തന്നെ ബൂട്ടാപ്പ വാർദ്ധക്യവും സത്യമാണ്. ഉസ് സമയ ജീവൻ കി പീഡാവും ആരംഭ ഹോത്തി ഹേ, ആ സമയത്താണ് ജീവിതത്തിലെ പീഡകൾ പ്രയാസങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. ജീവൻ കാ യഹ് ക്രമേ സുനിശ്ചിത് ഹേ, ജീവിതത്തിൻ്റെ ഈ ഒരു ക്രമം സുനിശ്ചിതമാണ് അല്ലേ, എല്ലാ ആൾക്കാരിലേക്കും ഈ ഒരു ക്രമം സുനിശ്ചിതമായി എത്തപ്പെടുകയും ചെയ്യുന്നു. ഹം ഖുശിസെ ബൂട്ടാപ്പയ്ക്കോ സ്വാഗത് കരെ, അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ വാർദ്ധക്യത്തെ എന്ത് ചെയ്യണം, സ്വാഗതം ചെയ്യുകയും ചെയ്യുക അല്ലേ. സുനിശ്ചിതമായി എത്തുന്ന ഒന്നാണത്. അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ വാർദ്ധക്യത്തെ എന്ത് ചെയ്യണം, സ്വാഗത് കരെ, സ്വാഗതം ചെയ്യുകയും ചെയ്യുക എന്ന് ആരാ പറഞ്ഞേ, ഭഗവത് ശരൺ അഗ്രവാൾ പറയുന്നു. അങ്ങനെ 3 ഹൈക്കു നമ്മൾ പഠിച്ചു. ബാക്കി 3 ഹൈക്കു അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ.